പറവൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ പ്രതിഷേധം നടത്തി 10ാം വാർഡ് കൗൺസിലർ ജഹാംഗീർ തോപ്പിൽ. 4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയതോടെയാണ് ഒറ്റയാൾ സമരവുമായി ജഹാംഗീർ തോപ്പിൽ രംഗത്ത് വന്നത്. പറവൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ നാട്ടുകാർ പ്രതിസന്ധിയിലാണ്. ഇടയ്ക്കിടെ കുടിവെള്ളം മുടങ്ങുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി പറവൂർ നഗരസഭാ പ്രദേശത്തോ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലോ കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞ് 2 ദിവസം അറ്റകുറ്റപ്പണിയുണ്ട്, 2 ദിവസത്തേക്ക് കുടിവെള്ളക്ഷാമം ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇന്ന് 5ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഇവിടെ വരുമ്പോ ഫോൺ എടുക്കുന്നില്ല, AXC ഫോൺ എടുക്കുന്നില്ല. അതുപോലെ ഇവിടെ ഒരു ലാൻഡ് ഫോൺ ഇരിപ്പുണ്ട്. 1 മണിക്കൂർ ഇവിടുത്തെ ഒരു ലാൻഡ് ഫോൺ അടിക്കുന്നത്. ഇവിടെ ഫോൺ എടുക്കാൻ വരെ ഒരു സ്റ്റാഫ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോ ഇവിടെ വന്നപ്പോ വന്നു, ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കൗൺസിലർ സമരം ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ വന്നിട്ട് എന്റെ അടുത്ത് മുട്ടാപ്പോക്കാ പറഞ്ഞത്. എല്ലാ സ്ഥലത്തും വെള്ളം ഉണ്ടല്ലോ, എന്റെ വീട്ടില് വീട്ടിൽ വെള്ളം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ടല്ലേ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളെ രാവും പകലും ഇല്ലാതെ വിളിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ. കുടിവെള്ള പ്രതിസന്ധിയെ തുടർന്ന് 10ാം വാർഡ് കൗൺസിലർ ജഹാംഗീർ തോപ്പിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇവരെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് അവിടെ പൈപ്പ് പൊട്ടി, ഇപ്പുറത്ത് പൈപ്പ് പൊട്ടി, ആ പൈപ്പ് വെള്ളം പോകാതിരിക്കാൻ ഞങ്ങൾ പമ്പ് ലോക്ക് ചെയ്തിരിക്കണം ഇവരുടെ മറുപടി. മാസത്തില് എങ്ങനെ വന്നാലും ഒരു 7 ദിവസം 8 ദിവസം കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് എല്ലാ വാർഡിലും. സമരം നടത്തുന്നതറിഞ്ഞ് പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ്, 105ാം ബൂത്ത് പ്രസിഡന്റ് ഐസക്, ബൂത്ത് പ്രസിഡന്റ് സലിം എന്നിവരും സമരത്തിന് പിന്തുണയായി എത്തിയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് വിളിച്ച് പറഞ്ഞിട്ടാണ്. ഇപ്പോ 3 പേര് ഇവിടെ, എന്റെ വാർഡിൽ നിന്ന് 3 പേര് വന്നു, ഒരാളത് അത്യാവശ്യമായിട്ട് പോയി. ഇപ്പോ വാർഡിലുള്ളവര് ഒന്നടങ്കം വരാമെന്നാണ് ഇപ്പൊ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ സമരം ശക്തമായി വളരെ രൂക്ഷമായി തന്നെ പോകും. ന്യൂസ് ബ്യൂറോ, പറവൂർ. കാൽനൂറ്റാണ്ടിന്റെ പൊൻതിളക്കത്തോടെ പറവൂർ വൈപ്പിൻകരയുടെ സ്വന്തം കവിതാ ജ്വല്ലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ. കവിതാ ജ്വല്ലറി ചെറായി, ഒരു ദേശത്തിന്റെ സുവർണ പാരമ്പര്യം.